ഹായ് ഗായ്സ്. ഇപ്പം എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും വെളുത്തിട്ട് പാറുന്ന നമ്മുടെ വൃക്കനെ പറ്റിയിട്ടുള്ള കഥകൾ മാത്രമാണ് യൂട്യൂബിനകത്ത് ഇപ്പോൾ കേൾക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാവണം നമ്മുടെ ഒരു കസ്റ്റമർ, നമ്മുടെ ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ഒരു കസ്റ്റമർക്ക് ഉണ്ടായിട്ടുള്ള സംശയത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ സംശയം ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾ ഹാപ്പിയാണ്. അപ്പോൾ എന്താണെന്നല്ല സംശയം, ആൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ചേച്ചി ഇപ്പോൾ ഞാൻ ഒത്തിരിയായി കേൾക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ. നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ പ്രൊഡക്റ്റിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വൃക്ക രോഗങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തിട്ട് പാറോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വെളുത്തിട്ടൊന്നും പാർത്തില്ല. നമുക്കൊരു 2-3 ഷെയ്ഡ്സ് കളർ ടോൺ ചേഞ്ച് വരും. നമ്മുടെ ഉള്ള കളറിന് ചെറിയ രീതിക്ക് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ആവും. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, നമ്മളിത് ഓരോ പ്രോബ്ലത്തിനാണ് കൊടുക്കുന്നത്. മുഖക്കുരു പോകാനായിട്ടും അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പോകാനായിട്ടും പിന്നെ സ്കിൻ ടോൺ നമ്മൾ ചോദിച്ചു വരുന്നവർക്ക് നമ്മുടെ കുങ്കുമാതിയുടെ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആലോവേറ ജെല്ല് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരിക്കലും വെളുത്തിട്ട് പാറാനോ അല്ലെങ്കിൽ വെളുത്തിട്ട് വൃക്ക പാറി പറക്കാനൊന്നും പോകുന്നില്ല. ഇത് ജസ്റ്റ് ബേസായിട്ടുള്ള ക്രീംസാണ്, ക്രീംസ് ആൻഡ് ജെൽസാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ബേസായിട്ടുള്ള കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മുടെ ഈ ഒരു ആലോവേറ ജെല്ലിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഫേക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒരു ആലോവേറ ജെല്ല് ഉണ്ടാക്കാൻ നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. ഓക്കെ, വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. പക്ഷെ നിങ്ങൾ മാർക്കറ്റിൽ എടുക്കുന്ന ആലോവേറ ജെല്ലിൻ്റെ ബാക്കിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും സൈഡായിട്ട് എഴുതിയിട്ടുണ്ടാകും, അതിന് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ 2 ഇൻഗ്രീഡിയൻസ് അല്ലാതെ അതിനേക്കാളും ഇപ്പോൾ ഒരു ചില ആലുവേരയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3-4-5 ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും. അത് ഓക്കെ, നോ പ്രോബ്ലം. അതല്ലാതെ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. ഒരു 10 ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഒരു 8 ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന ഉള്ളതുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു അത്രയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് അത്രയും തന്നെ ചേർക്കുന്നില്ല. ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ആലോവേറ ജെൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആലോവേറയുടെ ജ്യൂസ്, ഈ ഒരു ആലോവേറയുടെ ജ്യൂസ് നമുക്ക് കട്ടിയാക്കാനുള്ള ഒരു സംഭവം വേണമല്ലോ. ഇത് തിക്കായിട്ട്, എനിക്കിതിപ്പോൾ വെള്ളം പോലെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റില്ലല്ലോ, ഇത് കട്ടിയായിട്ട് തന്നെ വേണ്ട എത്തിക്കാൻ. അപ്പോൾ അത് കട്ടിയാക്കാനുള്ള തിക്കനിങ് ഏജൻറ്റ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് മിക്സ് ചെയ്യണം. പിന്നെ പ്രിസർവേറ്റീവ്സ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് കേട്ടോ. കാരണം ഇതുപോലത്തെ ക്രീംസ് ആൻഡ് ജെൽസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹോം മെയ്ഡ് പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്ന എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസമൊക്കെയാണ്. അത് കൈയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, കൈയിടാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 9 മാസം വരെ അല്ലെങ്കിൽ 1 വർഷം വരെയൊക്കെ സ്പൂണൊക്കെ ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈം കൊടുക്കാറുണ്ട്. കാരണം ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ്, ഒത്തിരി നാളത്തേക്ക് ഇത് എടുത്തു വയ്ക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ കിട്ടുന്ന പോലെ അല്ല ഇത്. ഓക്കെ, മാർക്കറ്റിൽ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കുറച്ച് കൂടുതലായി പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ഒരു കാര്യമേ അല്ല. ഇതിൻ്റെ ബേസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആലുവേര ആണെങ്കിലും കടുക്കയാണെങ്കിലും ഫേസ് മോയ്സ്ചറൈസർ ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും. അപ്പോൾ ഈ പാക്കിനകത്തൊന്നുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. കാരണം പ്രിസർവേവ് ചെയ്ത് വെക്കാത്ത 2 കാര്യം മാത്രമേ നമ്മുടെ ഈ ലോകത്തുള്ളൂ. ഒന്ന് നമ്മുടെ ഹെർബൽ ആയിട്ടുള്ള പൗഡേഴ്സ്, അതായത് ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡേഴ്സ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യമില്ല. കാരണം അത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള പൗഡറാണ്. അപ്പോൾ അത് നമുക്കൊരു 6 മാസം വരെയൊക്കെ നമ്മൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നതും നമ്മുടെ ഹെയർ ഓയിലാണ്. ഹെയർ ഓയിൽ കാച്ചുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതും ഈ പറഞ്ഞ പോലെ 6 മാസം വരെ വെള്ളം തട്ടിക്കാതെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് 6 മാസം വരെ കേടുകൂടാതെ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ഒരു അറിവിലുള്ളത്. ഈ 2 കാര്യങ്ങളാണ്. ബാക്കി ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും, അതായത് ഇങ്ങനെയുള്ള ക്രീംസാണ്, ജെൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫുഡിൻ്റെ ഐറ്റംസിലേക്കൊന്നും ആരും പോകരുത്. അപ്പം ഇങ്ങനെയുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ
പ്രിസർവേറ്റീവ്സ് മസ്റ്റാണ്. കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഇതിനകത്ത് മസ്റ്റായിട്ടും ആഡ് ചെയ്തിരിക്കണം. എങ്കിലേ ഇതിനകത്ത് ഫംഗസോ അല്ലെങ്കിൽ മോൾസോ ഒന്നും എന്താ പറയുക വരാതെ നമുക്കിത് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ചീത്തയായി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് മോശമായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രിസർവേറ്റീവ്സ് മസ്റ്റാണ്. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സിൽ തന്നെ നല്ല പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതായത് കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്തിനാണ് ആൾക്കാർ ഇത്ര പേടിക്കുന്നത്, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ആൾക്കാർ പേടിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിലും കെമിക്കലുണ്ടോ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലാണെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിലാണെങ്കിലും എയറിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട് കെമിക്കലില്ലാതെ ഈ ലോകത്ത് ഒരു സാധനവും ഇല്ല. ഓക്കെ, അപ്പോൾ നാച്ചുറൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നല്ലതാണ്, കെമിക്കലില്ല. അങ്ങനെയല്ല, നാച്ചുറലിനകത്തും ഉണ്ട്. നാച്ചുറൽ ഒരു ചെടി എടുക്കുകയാണെങ്കിൽ ആ ചെടിക്കകത്തും ഉണ്ട് കെമിക്കൽ. അതിൻ്റേതായ അല്ലെങ്കിൽ അതിനേതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കെമിക്കലില്ലാത്ത ഒരു സാധനം നമുക്ക് ലോകത്തില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ കെമിക്കലിനെ പേടിക്കരുത്. പേടിക്കേണ്ട കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലുണ്ട്, ഹാംഫുള്ളല്ലാത്ത കെമിക്കലുണ്ട്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സൊക്കെ ഹാംഫുള്ളല്ലാത്ത കെമിക്കൽസാണ്. ഫുഡ് ഗ്രേഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോസ്മെറ്റിക് ഗ്രേഡ് പ്രിസർവേറ്റീവ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഹാംഫുൾ അല്ലാത്ത കെമിക്കലാണ് നമ്മളിതിനകത്ത്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കലാണ് ഇതിനകത്തല്ല നമ്മുടെ ക്രീംസും ജെൽസിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കെമിക്കൽ എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട. പിന്നെ ഈ പറഞ്ഞ വെളുത്തിട്ട് പാർന്ന ക്രീമിനകത്തുള്ള കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് കുറച്ച് ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസ്. അത് നമ്മുടെ ഡോക്ടേഴ്സുമാർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു തരം മരുന്നാണ്. ഓക്കെ, നിങ്ങൾ ഹൈഡ്രോക്യൂൻ്റെ ഓയിൽമെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെർക്കുറിയും ലിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഓയിൽമെൻറ്റും ഉണ്ട്. അത് ഡോക്ടർമാരെ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്ര കാലയളവിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ബോഡിയിലേക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലും കാലിലൊക്കെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ചൊറി ചിരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ പല ഇതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറി അവിടെ നല്ല രീതിക്ക് കളർ വെച്ച് വരുന്ന കണ്ട ശേഷമാണ് ഈ പറഞ്ഞ ബിരുദന്മാരും ബിരുദത്തികളൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് ഒരു മിക്സിംഗ് ഒക്കെ ആക്കിക്കൊണ്ട് അവർ നല്ല വെളുത്തിട്ട് പാർന്ന ക്രീമും അല്ലെങ്കിൽ നല്ല മൊഞ്ചുള്ള ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇന്ന കാലയളവിൽ വേണ്ടിയിട്ട് ഡോക്ടർമാർ തരുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളത് വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കും തോറും വെളുക്കണ കാണുമ്പോൾ നമ്മൾ നിർത്തുമോ? സ്വാഭാവികമായിട്ട് ആരും നിർത്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയാട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു ക്രീംസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വെളുക്കുക തന്നെയാണ് കേട്ടോ. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോയിട്ട് നല്ല രീതിക്ക് സ്കിൻ ടോൺ നന്നായിട്ട് തന്നെ ചേഞ്ച് ആവും. 10 ഷെയ്ഡ്സൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അത് കുറച്ച് നാളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ചേഞ്ചൊക്കെ വരും. ആ ചേഞ്ച് വരാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മേളത്തെ സ്കിൻ ലെയർ ഉണ്ടല്ലോ, ഈ സ്കിൻ ലെയർ ശരിക്കും പീൽ ചെയ്ത് പോവാണ്. പീൽ ചെയ്തിട്ട് നമ്മുടെ അകത്തുള്ള സ്കിന്നിൻ്റെ കളറാണ് നമുക്കിങ്ങനെ എടുത്തിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് കാണുമ്പോൾ വെളുത്തിട്ട് പാറിയെന്ന് വിചാരിക്കും. ശരിക്കും അത് വെളുത്തിട്ട് പാറല്ല, നമ്മുടെ ഉള്ളിലത്തെ സ്കിന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ എന്താവും, നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. ഇതുപോലത്തെ ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിൽ കുറച്ചധികം തന്നെ കൊണ്ടുകഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായിട്ട് ചുവന്ന് തുറക്കും. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അറിയാം, കുറച്ച് നേരം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ മുഖം വല്ലാണ്ട് അങ്ങോട്ട് ചുവക്കുന്നതും. അതുപോലെ ശരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരു ഫേസ് വാഷ്. ഓക്കെ, ഒരു ഫേസ് വാഷ്, അതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു സൺസ്ക്രീന്. ഇത് രണ്ടും മതിയിടോ. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ 2 കാര്യം മതി നമുക്ക് ബേസായിട്ട് ചെയ്യാനായിട്ട്. അതല്ലാതെ കുറേ പേര് സിറം അപ്ലൈ ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ എന്താ പറയുക സ്കിന്നെ എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ സ്കിന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ആ സ്ക്രബ് ഈ സ്ക്രബ്. എനിക്കറിയില്ല, ജസ്റ്റ് നമുക്ക് സ്ക്രബ് ചെയ്യണമെങ്കിൽ നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്താൽ പോകാവുന്ന ഡെഡ് സെൽസ് ഉള്ളൂ നമ്മുടെ ഫേസിൽ. ഇത് പാറക്കല്ലൊന്നും അല്ല.
ഓക്കെ. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് വരും കേട്ടോ. അത് വേറെ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉരുണ്ട് വരുന്നത് നിങ്ങൾ കാണാൻ പറ്റും. അത് ശരിക്കും നമ്മുടെ ഡെഡ് സെൽസാണ് കേട്ടോ. ഡെഡ് സെൽസ് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് നനച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ വരുന്ന അത്ര സംഭവമുള്ളൂ. അതിന് പലതരത്തിലുള്ള സ്ക്രബ്സ് അതുപോലെ തന്നെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല എന്തിനാണ് അതൊക്കെ എന്നുള്ളത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫേസ് പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓക്കെ. അതല്ലാതെ ഓവർ ഇൻഫ്ലുവൻസസ് ഇത് അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇത് ചെയ്യണത് കാണാം കേട്ടോ. സിറം ഉപയോഗിക്കുന്നത് കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങി വാരി വലിച്ച് തേക്കുന്നത് കാണാം. ദയവ് ചെയ്തിട്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞു മക്കളോട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ, ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക് എൻ്റെ വീഡിയോസിനകത്തൊക്കെ പറയാറുണ്ട്, പുതിയതായിട്ട് ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് ദയവ് ചെയ്ത് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ഫേസ് വാഷ് ഉപയോഗിക്കുക, ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് അത്ര മാത്രം മതി കേട്ടോ. പിന്നെ നല്ല രീതിക്കുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് മാത്രം മതി നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ട്. ഓക്കെ, കുറച്ചും കൂടി പ്രായമായതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വെറുതെ നല്ല ഫേസിനെ ഇപ്പോൾ ആരും കിടന്ന് ചീത്തയാക്കരുത്. അതുപോലെ തന്നെ വെളുത്തിട്ട് പാറി പറക്കുന്ന ക്രീമിൻ്റെ പുറകെ നിങ്ങൾ പാറി പറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുവേ.